കേരള സർവകലാശാലയിലെ MBA പരീക്ഷ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത്. ഏപ്രിൽ 7-ന് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനത്തിലും വിദ്യാർത്ഥികൾക്ക് വ്യാപകമായ എതിർപ്പാണ് ഉള്ളത്. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 71 വിദ്യാർത്ഥികളോടാണ് 3ാം സെമസ്റ്റർ ഫിനാൻസ് പരീക്ഷ വീണ്ടും എഴുതാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹോം വാലുവേഷന് കൊണ്ടുപോയപ്പോഴാണ് ഉത്തരക്കടലാസ് നഷ്ടമായത് എന്നാണ് കരാർ അധ്യാപകന്റെ വിശദീകരണം. കഴിഞ്ഞ 17-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പോലീസിൽ പരാതി നൽകാൻ നിർദ്ദേശം നൽകി. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ പാറ്റേൺ അറിയാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റി തന്നെ പോയി നമുക്ക് വാല്യൂ ചെയ്യാന്നുള്ള രീതിയിൽ, കാരണം പിറ്റേ ദിവസം പൊങ്കൽ ഹോളിഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു 14-ാം തീയതി പാലക്കാട് ട്രിവാൻഡ്രം. പിന്നെ എന്തായാലും അവിടെ യൂണിവേഴ്സിറ്റി ഹോളിഡേ ഇരിക്കണം. അപ്പോൾ 3 രാത്രി എൻ്റെ നഷ്ടപ്പെട്ടു. ഏകദേശം ഞാൻ ആലത്തൂരൊക്കെ എത്തിയപ്പോഴാണ് ഇത് അറിയുന്നത്, നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്. അപ്പം തന്നെ എല്ലാവരുടെയും വന്ന് നോക്കി, 3-4 റൗണ്ട് എല്ലാവരുടെയും വന്ന് നോക്കി. പിറ്റേ ദിവസം എല്ലാ കടകളിലും, അപ്പോൾ രാത്രിയാണ് കടകളൊക്കെ അടച്ചിരിക്കുകയാണ്. പിന്നെ പെറുക്കുന്ന ആൾക്കാരൊക്കെ അവരെടുത്ത് ഇങ്ങനെയുള്ള ആക്രി കടകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു പേപ്പർ ഞാൻ എൻ്റെ നമ്പറും കൊടുത്താണ്. അന്ന് യൂണിവേഴ്സിറ്റി വിളിച്ചാലും കിട്ടില്ലല്ലോ, അന്ന് പൊങ്കൽ ഹോളിഡേ ആയതാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് കൊടുത്തു. അല്ല, നമ്മുടെ ടൗൺ നോർത്ത് ലോസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ എഴുതി തന്നത്. എങ്ങനെയായിരുന്നു വന്നത്? വാഹനം ബൈക്കിലായിരുന്നു. 14-ാം തീയതി രാത്രി തന്നെ യൂണിവേഴ്സിറ്റി പോയി. അപ്പോൾ തന്നെ ലോസ്റ്റിൻ്റെ എല്ലാ പേപ്പർ ഇതെല്ലാം കൊടുത്തിട്ട് അവർക്ക് ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതുവരെ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ എക്സാമിനേഷൻ്റെ ഒന്നും ചിലവ് വരികയാണ് പറഞ്ഞാൽ അത് ഞാൻ ഞാനത് നോക്കാമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 2 മാസങ്ങളിൽ പെട്ടെന്ന് അവർക്കൊരു മീറ്റിംഗ് കൂട്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ ചെയ്യായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നേരത്തെ KSU അടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. സേവ് യൂണിവേഴ്സിറ്റി ഫോറവും ഈ പരീക്ഷ വീണ്ടും നടത്തുന്നതിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരീക്ഷാ പേപ്പർ നഷ്ടപ്പെട്ടത് അത് എപ്പോഴാണ്? ഇക്കാര്യം യൂണിവേഴ്സിറ്റി അറിയിച്ചതിന് ശേഷം എത്ര നാൾ യൂണിവേഴ്സിറ്റി ഇക്കാര്യം മൂടി വെച്ചു? അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവന്നിട്ടുണ്ടോ ആരും? തീർച്ചയായിട്ടും ഈ സർവകലാശാലയിൽ നിന്ന് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ MBA വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പർ നഷ്ടപ്പെട്ടത് സർവകലാശാലയ്ക്ക് നാണക്കേടും അതിനൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് കഴിഞ്ഞ സിൻഡിക്കേറ്റ് 17-ന് ചേർന്ന മാർച്ച് 17 സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതിന്റെ വിശദമായ ചർച്ച നടന്നിരുന്നു. അതിൽ പറയുന്നത് 1ാം ഘട്ട മൂല്യനിർണ്ണയത്തിന് അനുവദിച്ച ഉത്തരക്കടലാസുകൾ 23/12/2024 ഈ അധ്യാപകൻ പ്രമോദ് എന്ന അധ്യാപകൻ കൈപ്പറ്റി. ബണ്ടിലുകളുമായി അദ്ദേഹം അന്ന് തന്നെ സ്വദേശമായ പാലക്കാട്ടേക്ക് പോയി. തുടർന്ന് 13/1/2025 അർദ്ധരാത്രി 12:15 2 വീലറിൽ തിരികെ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. തന്റെ വാസസ്ഥലത്ത് നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെ വച്ച് 20 കിലോമീറ്റർ പിന്നിടുമ്പോൾ ബൈക്കിന്റെ 2 വീലറിന്റെ സൈഡിൽ തൂക്കിയിട്ടുന്ന ഉത്തരക്കടലാസുകൾ അടങ്ങിയ ബാഗ് നഷ്ടമായെന്ന് തിരിച്ചറിഞ്ഞു. വന്ന വഴിയെ തിരികെ പോയി നോക്കി, അപ്പോഴും കിട്ടിയില്ല. അടുത്ത ദിവസം വീണ്ടും രാവിലെ പോയെങ്കിലും അത് കണ്ടെടുക്കാനായില്ല. അങ്ങനെ അദ്ദേഹം പാലക്കാട് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി രസീത് കൈപ്പറ്റിയെന്ന് ഇദ്ദേഹം സർവകലാശാലയ്ക്ക് നൽകിയ മൊഴിയിലും പറയുന്നുണ്ട്. 2024 മെയ്യിൽ നടന്ന 3ാം സെമസ്റ്റർ പരീക്ഷയുടെ അതിൽ പ്രോജക്ട് ഫിനാൻസ് എന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് 71 ഉത്തരക്കടലാസുകളാണ് ചോദ്യപേപ്പറിലെ ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത്. 8-ാം തീയതി ഈ മൂല്യനിർണ്ണയം പൂർത്തിയാകാറാകുന്നു. കടലാസുകൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട അധ്യാപകനെ സർവകലാശാല സമീപിച്ചു. അന്ന് 8-ാം തീയതി വിളിക്കുമ്പോൾ ഉടൻ നൽകാം എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. 13-ാം തീയതി എത്തിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ 15-ാം തീയതി അദ്ദേഹം നേരിട്ട് മൂല്യനിർണ്ണയ ക്യാമ്പിലെത്തി ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട വിവരവും അതുപോലെ തന്നെ പാലക്കാട് പോലീസിൽ പരാതി നൽകിയ രസീതും കൈമാറുകയായിരുന്നു എന്നാണ് സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സിൽ പറയുന്നത്. പക്ഷേ ഇത് ഗുരുതരമായ വീഴ്ചയെന്ന് കണ്ടെത്തി അധ്യാപകനെതിരെ കരാർ അധ്യാപകനാണ് നടപടി സ്വീകരിക്കാനും പോലീസിൽ പരാതി നൽകാനും സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാവിലെ വരെ ഇത് പരാതിയായി പോയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം സിൻഡിക്കേറ്റിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നു. അതിലും ഇത് ഗുരുതരമായ പ്രശ്നമാണ്, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ SFI ഇവിടെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ്. സർവകലാശാല ക്യാമ്പസിൽ SFI പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. KSUവിന്റെ പ്രതിഷേധവും ഉണ്ടാകും. SFIയുടെ നേതാക്കൾ ഇവിടെ ഉണ്ട്. ശരിക്കും സർവകലാശാലയ്ക്ക് നാണക്കേടാണ്, വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്. ഈ ഇത്തരത്തിൽ 71 ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതാണ്.
ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന വിഷയമില്ല. കാരണം കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതി ഒരു വർഷം കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ട്, ആ റിസൾട്ട് കാത്ത് കുട്ടികൾ ജോലിക്ക് പോകാനും വിദേശത്ത് പോകാനും എല്ലാം നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഉത്തരക്കടലാസ് നഷ്ടപ്പെടുന്നത് കടുത്ത വിമർശനത്തിന് വിധേയമാക്കപ്പെടേണ്ട കാര്യമാണ്. കൃത്യമായി പരിശോധിച്ച് ഗൗരവകരമായ നടപടി അതിന്റെ ഭാഗമായിട്ട് എടുക്കേണ്ട ഒന്നാണ്. ഈ പരീക്ഷാ സമയത്ത് നടത്തിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. നടത്തിയിട്ടും വാല്യുവേഷൻ വൈകുന്നു, റിസൾട്ട് വൈകുന്നു. അതിനിടെയാണ് ഇതുകൊണ്ട് നഷ്ടമാകുന്നത്. അതെ, സ്വാഭാവികമായിട്ടും ഈ MBA ആയിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നമ്മൾ പരാതി ഉന്നയിച്ചിരുന്നു. കാരണം പരീക്ഷ നടത്തിയിട്ട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് MBAയുടെ റിസൾട്ട് സാധാരണ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ കാലയളവിൽ ഉന്നയിച്ചതാണ്. അപ്പോൾ അത് ഏറ്റവും ഒടുവിലാണ് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായും താമസിച്ചത് ഈ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടു പോയതുണ്ടാവും. അപ്പോൾ കൃത്യമായി ആ നഷ്ടപ്പെട്ട ചോദ്യക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ കൃത്യമായി നടപടിയെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. കരാധ്യാപകനാണ്, അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ഒരു വർഷം പോകും, അല്ലെങ്കിൽ സമയം പോകും. അടുത്ത 7-ാം തീയതി വീണ്ടും പരീക്ഷ വെച്ചിരിക്കുന്നു. അത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നു വിദ്യാർത്ഥി അല്ലേ? ചില വിദ്യാർത്ഥികൾ വിദേശത്താണ്, അല്ലെങ്കിൽ മറ്റു ജോലി കിട്ടിപ്പോയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള അവസരം കൃത്യമായിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മൾ പരീക്ഷ നടത്തിയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൃത്യമായ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാല്യുവേഷൻ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയണം. മറ്റൊന്ന്, ഈ അവസരം കിട്ടാത്ത കുട്ടികൾ, ഈ പറഞ്ഞ പോലെ 7-ാം തീയതി ചിലപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാൻ കഴിയണമെന്നില്ല, അസ്വാഭാവികമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് മറ്റൊരു അവസരം കൂടി, ഏറ്റവും അടിയന്തരമായ ഒരു അവസരം കൂടി നൽകണം എന്നുള്ളതാണ്. ഇന്നത്തെ പ്രതിഷേധ മാർച്ചിൽ ആവശ്യം അത് തന്നെയാണോ? ഇന്നത്തെ പ്രതിഷേധ മാർച്ചിൽ നമ്മളൊന്ന് FAUGP ഫീസ് വർധനവുമായിട്ട് ബന്ധപ്പെട്ട്, അത് നമ്മൾ കുറെ നാളുകളായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഇന്നൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. 1, 2, ഈ പറഞ്ഞ പോലെ ഈ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടു പോയതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ നടത്തണം എന്നുള്ളത് കൂടി നമ്മുടെ ആവശ്യമായിട്ട് ഉന്നയിക്കുക. അതാണ് അഭിലാഷ്, SFIയുടെ നിലപാട്. കൃത്യമായ നടപടികൾ ഉണ്ടാകണം. 7-ാം തീയതി പരീക്ഷാ തീയതി ഇപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ തീയതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതി കൊള്ളമില്ല. കാരണം ഇവരൊക്കെ ഈ ബാച്ച് ഔട്ടായി പോയ വിദ്യാർത്ഥികളാണ്. പലരും മറ്റ് ജോലികളിൽ പ്രവേശിച്ചവരാണ്. വിദേശത്തടക്കമുള്ള വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ 7-ാം തീയതി എന്ന ഈ ഷോർട്ട് നോട്ടീസിൽ വന്ന് പരീക്ഷ എഴുതി പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് പ്രത്യേക പരീക്ഷയ്ക്കുള്ള അവസരമുണ്ടാകണം. മാത്രമല്ല, ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ മൂല്യനിർണ്ണയം നടത്തി റിസൾട്ട് പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം കൂടി SFI മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. KSU ഇവിടെ പ്രതിഷേധവുമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. 2024 മെയ് മാസത്തിൽ നടന്ന പരീക്ഷയാണ്. അതിന്റെ വാല്യുവേഷന് വേണ്ടി ആ പേപ്പർ ഏൽപ്പിക്കുന്നത് തന്നെ ഡിസംബറിൽ ആണ്. നമ്മുടെ സർവകലാശാലകൾ പുതിയ കാലഘട്ടത്തിൽ ഒരിക്കലൊക്കെ പരീക്ഷകൾ റിസൾട്ട് വരാൻ വൈകുന്നു എന്നത് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടപ്പോൾ പോലും ഇത്രയും അധികം റിസൾട്ട് വൈകുന്നു എന്നുള്ളിടത്ത് ആ പേപ്പറുകൾ കൂടി നഷ്ടപ്പെടുന്നു. 1 വർഷത്തിന് ശേഷം കുട്ടികൾ ക്യാമ്പസ് വിട്ട് പോയ സമയത്ത് ആണ് ഇവരോട് വന്ന് വീണ്ടും പരീക്ഷ എഴുതാൻ ആവശ്യപ്പെടുന്നത്.